Copyright disclaimer under Section 107 of the Copyright Act 1976. Allowance is made for fair use for purposes such as criticism, comment, news reporting, scholarship, and research. Fair use is a use permitted by copyright statute that might otherwise be infringing. Non-profit, educational, or personal use tips the balance in favor of fair use. ഹലോ സുഹൃത്തുക്കളെ, നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2026 പുറത്തിറങ്ങിയ കോമഡി ഹൊറർ മൂവിയായ സെൻഡ് ഹെൽപ്പ് എന്ന് പറഞ്ഞ മൂവിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിന്റെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. കഠിനാധ്വാനിയായ കോർപ്പറേറ്റ് ജീവനക്കാരിയായ ലിൻഡയിൽ നിന്നാണ് സിനിമ ആരംഭിച്ചത്. അവർ വളരെ ഉത്സാഹഭരിതരും വിശ്വസനീയരുമാണെന്ന് അറിയപ്പെടുന്നു. നിങ്ങൾ അത്ഭുതമാണ്. ആ സമയത്ത് അവളുടെ സഹപ്രവർത്തകയായ ഡൊണോവൻ അവളെ സമീപിച്ച് അടുത്ത മീറ്റിംഗിൽ അവളുടെ ജോലിയുടെ ഫലങ്ങളെ പ്രശംസിച്ചു, പ്രത്യേകിച്ച് ക്ലയന്റുകൾ മീറ്റിംഗ് റൂമിൽ കാത്തിരിക്കുന്നതിനാൽ. എന്നിരുന്നാലും അവൾ അവതരണത്തിൽ ചേരാൻ തയ്യാറായപ്പോൾ അയാൾ പെട്ടെന്ന് അവളോട് കാത്തിരിക്കാനും എല്ലാം താൻ കൈകാര്യം ചെയ്യട്ടെയെന്നും ക്ലയന്റുകൾ ജോലി അവളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണെന്ന് വാഗ്ദാനം ചെയ്തു. അത് കേട്ടപ്പോൾ അവൾക്ക് മടിയുണ്ടായിരുന്നെങ്കിലും അവൾക്ക് നിരസിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ ഫലങ്ങൾ ഉപയോഗിച്ച് അവനെ വിശ്വസിക്കാൻ ശ്രമിച്ചു. എന്താണ് കാര്യം? കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം മീറ്റിംഗിനെക്കുറിച്ച് ലിൻഡയ്ക്ക് ജിജ്ഞാസ തോന്നി. അതിനാൽ അവതരണത്തിനിടെ അവൾ ഡൊണോവനെ നോക്കാൻ ശ്രമിച്ചു. എന്നിരുന്നാലും ഡൊണോവൻ തന്റെ കഠിനാധ്വാനം തന്റേതാണെന്ന് അവകാശപ്പെട്ടപ്പോൾ അവൾക്കുടൻ ദേഷ്യം തോന്നി. എന്നിരുന്നാലും ഭാവിയിൽ അവളുടെ പ്രയത്നങ്ങൾ ഒടുവിൽ ഫലം ചെയ്യുമെന്ന് അവൾ ഇപ്പോഴും വിശ്വസിച്ചു. ഞാൻ തയ്യാറാക്കിയ കമ്പനി അവലോകനമിതാ. ആ രാത്രിയിൽ ലിൻഡ തന്റെ വളർത്തുപക്ഷിയോട് തന്റെ വികാരങ്ങളെക്കുറിച്ച് സംസാരിച്ചു. തന്റെ കമ്പനിയുടെ പരേതനായ മുതലാളിയുടെ മകൻ പുതിയ പ്രസിഡന്റായി നിയമിക്കപ്പെടുന്ന ദിവസത്തിനായി കാത്തിരിക്കാനാവില്ലെന്ന് അവർ പറഞ്ഞു. 7 വർഷത്തെ സേവനത്തിനു ശേഷം കമ്പനിയുടെ സെക്രട്ടറി വൈസ് പ്രസിഡന്റാകുമെന്ന് അവരോട് പറഞ്ഞു. തുടർന്ന് സന്തോഷത്തോടെ അവർ TV ഓണാക്കി തന്റെ പ്രിയപ്പെട്ട ഔട്ട്ഡോർ സാഹസിക പരിപാടി കണ്ടു. അടുത്ത ദിവസം മുൻ പ്രസിഡന്റിന്റെ മകനെ പുതിയ നേതാവായി ഔദ്യോഗികമായി നിയമിച്ചു. തുടർന്ന് ഭക്ഷണത്തിന്റെ നുറുക്കുകൾ വായിൽ വെച്ചുകൊണ്ട് അവർ ഉടൻ തന്നെ തന്റെ പുതിയ ബോസ് ബ്രാഡ്ലിക്ക് സ്വയം പരിചയപ്പെടുത്തി. എന്നിരുന്നാലും അവർ എത്രമാത്രം വൃത്തികെട്ടവരാണെന്ന് കണ്ടപ്പോൾ ബ്രാഡ്ലിക്ക് വെറുപ്പു തോന്നി, അല്പം അസ്വസ്ഥത തോന്നി. മിസ്റ്റർ പ്രസ്റ്റൺ, ഹായ്, നിങ്ങളെ കണ്ടതിൽ സന്തോഷം. പക്ഷേ ഞാൻ വളരെ ആവേശത്തിലാണ്. നിങ്ങളുടെ തന്ത്രപരമായ കാഴ്ചപ്പാടും ഞങ്ങൾക്ക് ഈ കമ്പനിയും ആവശ്യമാണ്. എനിക്ക് ലഭിക്കുന്ന എല്ലാ സഹായവും നിങ്ങൾക്ക് ആവശ്യമായി വരും. അതിനുശേഷം ഒരു ചെറിയ സംഭാഷണത്തിനു ശേഷം തന്റെ ഓഫീസിലേക്ക് പോകുന്നതിനു മുമ്പ് എല്ലാ ജീവനക്കാരോടും ജോലിയിലേക്ക് മടങ്ങാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഉച്ചകഴിഞ്ഞ് ഡൊണോവനും ബ്രാഡ്ലിയും എത്രമാത്രം അടുത്തു നിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ ലിൻഡ അത്ഭുതപ്പെട്ടു. ആ നിമിഷം അവർ കോളേജ് കാലഘട്ടത്തിലെ ഉറ്റ സുഹൃത്തുക്കളാണെന്ന് അവളുടെ സഹപ്രവർത്തകൻ അവളോട് പറഞ്ഞു. 1 മണിക്കൂർ മുമ്പ് ഡൊണോവനെ ബ്രാഡ്ലി പുതിയ വൈസ് പ്രസിഡന്റായി ഔദ്യോഗികമായി നിയമിച്ചുവെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇക്കാരണത്താൽ കമ്പനിയോടുള്ള തന്റെ ദീർഘകാല സമർപ്പണത്തെ ആരും വിലമതിക്കുന്നില്ലെന്ന് തോന്നിയതിനാൽ ലിൻഡയ്ക്ക് വളരെ ദേഷ്യം തോന്നി. നിരാശ പ്രകടിപ്പിക്കാൻ ലിൻഡ തന്റെ പുതിയ ബോസിനെ നേരിടാനോടി. ക്ഷമിക്കണം, എനിക്ക് നിങ്ങളുടെ സമയത്തിന്റെ 1 നിമിഷം മാത്രം മതി. അതെ, തന്റെ അച്ഛൻ പ്രസിഡന്റ് ആയിരുന്നതിനാൽ 3 മാസം മാത്രം അവിടെ ജോലി ചെയ്തിരുന്ന ഡൊണോവനെ സ്ഥാനക്കയറ്റം നൽകാൻ ബ്രാഡ്ലിയുടെ തീരുമാനത്തെ അവർ ചോദ്യം ചെയ്തു. ഡൊണോവൻ എപ്പോഴും തന്റെ ജോലി തന്റേതാണെന്ന് അവകാശപ്പെട്ടിരുന്നു. എന്നിരുന്നാലും അവളുടെ വാക്കുകൾ അസൂയ മൂലമുണ്ടായ വെറും നുണകളാണെന്ന് ബ്രാഡ്ലിക്ക് തോന്നി. തന്റെ തീരുമാനം അന്തിമമാണെന്ന് അയാൾ അവളോട് പറഞ്ഞു. പക്ഷെ അവളുടെ നിരാശയ്ക്ക് പരിഹാരമായി ഒരു കമ്പനി ലയനം അന്തിമമാക്കാൻ സഹായിക്കുന്നതിന് തന്നോടും കമ്പനിയുടെ ബോർഡിലെ നിരവധി അംഗങ്ങളോടുമൊപ്പം ബാങ്കോക്കിലേക്ക് പോകാൻ അയാൾ ക്ഷണിച്ചു. 1 നിമിഷത്തിനു ശേഷം ബ്രാഡ്ലി തന്റെ പ്രതിശ്രുത വധുവിനെ സൂറിയെന്ന് സ്വാഗതം ചെയ്തു. പിന്നെ അവളോടൊപ്പം പോകുന്നതിനു മുമ്പ് തന്റെ ജീവനക്കാരിയോട് വ്യക്തിപരമായ ശുചിത്വത്തിൽ ശ്രദ്ധ ചെലുത്താനും ഓഫീസിനുള്ളിൽ ഭക്ഷണം കഴിക്കുന്നത് നിർത്താനും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അടുത്ത ദിവസം ലിൻഡ ശുഭാപ്തിവിശ്വാസം പുലർത്തുകയും വിമാനത്താവളത്തിൽ കണ്ടുമുട്ടിയപ്പോൾ ബ്രാഡ്ലിയുടെയും മറ്റുള്ളവരുടെയും മുന്നിൽ സന്തോഷവതിയായി അഭിനയിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നിരുന്നാലും അവൾ സൗഹൃദപരമായി പെരുമാറാൻ ശ്രമിക്കുന്നത് കണ്ട ബ്രാഡ്ലി അത് കാര്യമാക്കിയില്ല. പകരം എല്ലാവരോടും തായ്ലൻഡിലേക്കുള്ള യാത്ര ആരംഭിക്കാൻ വേഗം വരാൻ പറഞ്ഞു. ബാങ്കോക്കിലേക്കുള്ള വിമാനയാത്രയുടെ മധ്യത്തിൽ ലിൻഡ തന്റെ ജോലി തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു. ആ സമയത്ത് ഡോണവൻ പെട്ടെന്ന് ലിൻഡയെ ബ്രാഡ്ലിയുടെയും മറ്റുള്ളവരെയും കാട്ടിൽ ചില അതിജീവന കഴിവുകൾ ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ കാണിച്ച് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. എല്ലാവരും അവളുടെ വീഡിയോ കണ്ട് ചിരിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് കണ്ണുനീരടക്കാനായില്ല. എന്നിരുന്നാലും വിമാനം പെട്ടെന്ന് പ്രക്ഷുബ്ധമായപ്പോൾ അവർ പരിഭ്രാന്തരായി. എന്തോ മോശം സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ ലിൻഡ സീറ്റ് ബെൽറ്റ് ധരിക്കാൻ തിടുക്കപ്പെട്ടു. താമസിയാതെ വിമാനം വീണ്ടും പ്രക്ഷുബ്ധമായി. ഇത്തവണ അതിലും കഠിനമായി. വിമാനത്തിലുള്ള എല്ലാവരും വലിച്ചെറിയപ്പെട്ടു. ലിൻഡയെ സീറ്റിലേക്ക് ഉറപ്പിച്ചു നിർത്തി. പിന്നീട് വിമാനത്തിനു പുറത്ത് മിന്നലുണ്ടായപ്പോൾ വിമാനത്തിന്റെ മതിൽ വിണ്ടുകീറാൻ തുടങ്ങി. താമസിയാതെ ഒരു വലിയ ദ്വാരം രൂപപ്പെട്ടു. ഇത് വ്യത്യസ്ത സമ്മർദ്ദം വിമാനത്തിനുള്ളിലെ എല്ലാവരെയും വലിച്ചെടുക്കാൻ കാരണമായി.
ആ നിമിഷം ഡോണവൻ ലിൻഡയുടെ അടുത്ത് തൂങ്ങിക്കിടക്കാൻ കഴിഞ്ഞെങ്കിലും സ്വയം രക്ഷിക്കാൻ വേണ്ടി തന്റെ സീറ്റ് തനിക്ക് വിട്ടുകൊടുക്കാൻ അയാൾ അവളോട് ആവശ്യപ്പെട്ടു. സ്വയം രക്ഷിക്കാൻ അയാൾ മറ്റൊരു സഹപ്രവർത്തകനെ പോലും ചവിട്ടി. എന്നിരുന്നാലും അവളിൽ നിന്ന് എല്ലാം നേടാൻ മാത്രം ആഗ്രഹിച്ച ഡോണവനിൽ മടുത്ത ലിൻഡ ഒരു ഫോർക്കെടുത്ത് അവന്റെ കൈയിൽ കുത്തി. അതവന്റെ പിടി നഷ്ടപ്പെട്ട് വിമാനത്തിനു പുറത്തേക്ക് വലിച്ചെടുക്കാൻ കാരണമായി. നിർഭാഗ്യവശാൽ ഒരു കൊടുങ്കാറ്റ് കാരണം വിമാനം ഉടൻ തന്നെ സമുദ്രത്തിന്റെ നടുവിലേക്ക് തകർന്നു. വിമാനം മുങ്ങാൻ തുടങ്ങിയപ്പോൾ അകത്തുണ്ടായിരുന്ന ലിൻഡ സ്വയം രക്ഷിക്കാൻ ശ്രമിച്ചു. അവളിൽ പിറ്റേന്ന് രാവിലെ ഒരു വിദൂര ദ്വീപിൽ ഒലിച്ചുപോയി. പിന്നീട് അവൾ കടൽത്തീരത്ത് നടന്നു. താമസിയാതെ ബ്രാഡ്ലി നിലത്തുകിടക്കുന്നത് കണ്ട് അവൾ ഞെട്ടി. അവൾ പെട്ടെന്നവനെ പരിശോധിച്ചപ്പോൾ അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കി. എന്നിരുന്നാലും അവന്റെ കാലിന് ഗുരുതരമായ പരിക്കേറ്റിരുന്നു. മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ലാത്തതിനാൽ തന്റെ പുറംജോലിയിലെ കഴിവുകൾ ഉപയോഗിക്കാൻ ഇതാണ് ശരിയായ സമയമെന്ന് ലിൻഡയ്ക്ക് തോന്നി. അതിനാൽ അയാൾ അവനെ കൂട്ടിക്കൊണ്ട് രക്ഷിക്കാൻ ശ്രമിച്ചു. എപ്പോഴും അവനിൽ നിന്ന് മോശം പെരുമാറ്റം ലഭിച്ചിരുന്നെങ്കിലും ബ്രാഡ്ലി അബോധാവസ്ഥയിലായിരിക്കുമ്പോൾ പോലും അവനെ പരിചരിക്കാൻ അവൾ ആഗ്രഹിച്ചു. പിറ്റേന്ന് ലിൻഡ ഉണർന്നയുടനെ ബ്രാഡ്ലിക്ക് കുറച്ച് വെള്ളം നൽകി. വെറുപ്പ് തോന്നിയെങ്കിലും അത് കുടിക്കുകയല്ലാതെ മറ്റൊരു മാർഗ്ഗവുമില്ലായിരുന്നു. ആശയക്കുഴപ്പത്തിൽ അയാൾ മറ്റു സഹപ്രവർത്തകരെക്കുറിച്ച് ചോദിച്ചു. എന്നിരുന്നാലും മറ്റാരും രക്ഷപ്പെട്ടിട്ടില്ലെന്നും അവർ ഇപ്പോൾ ദ്വീപിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും അവൾ കനത്ത ഹൃദയത്തോടെ അവനോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അയാൾക്ക് വളരെ ഞെട്ടിപ്പോയി. പക്ഷേ തന്നെ സഹായിച്ചതിന് അയാൾ അവളോട് നന്ദി പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ലിൻഡ തന്റെ പ്രിയപ്പെട്ട ഷോകളിൽ നിന്ന് പഠിച്ചെടുത്ത അതിജീവന തന്ത്രങ്ങൾ ഉപയോഗിച്ച് തീ കത്തിക്കാൻ ശ്രമിച്ചു. അതിനുശേഷം അവൾ സമുദ്രത്തിൽ മീൻ പിടിച്ചു. അവൾ പിടിച്ച മത്സ്യം പാകം ചെയ്തു കഴിഞ്ഞാൽ ബ്രാഡ്ലിയെ തീറ്റിക്കാൻ അവൾ ശ്രമിച്ചു. പക്ഷേ അയാൾ അഭിനയിക്കുകയായിരുന്നു. ഫാൻസി ഭക്ഷണങ്ങൾ കഴിക്കാൻ അയാൾ വളരെ ശീലിച്ചതിനാൽ പ്ലെയിൻ ഫിഷ് കഴിക്കാൻ പാടുപെടുമ്പോൾ അയാൾ പൂർണ്ണമായും ദയനീയനായി കാണപ്പെട്ടു. പിറ്റേ ദിവസം രാവിലെ ലിൻഡ ചില കക്കകൾ വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നപ്പോൾ രക്ഷപ്പെടുന്നതിൽ ബ്രാഡ്ലിക്ക് അക്ഷമത തോന്നാൻ തുടങ്ങി. അവൾ ചെയ്യുന്നത് നിർത്തി പകരം ഒരു SOS അടയാളം സ്ഥാപിക്കാനോ കടൽത്തീരത്ത് ഒരു GPS തിരയാനോ അയാൾ അവളോട് പറഞ്ഞു. അയാളോടൊപ്പം ഇരുവരെയും ജീവനോടെ നിലനിർത്തുന്നതുൾപ്പെടെ താൻ ചെയ്ത എല്ലാത്തിനും അവൾ നന്ദികേട് കാണിച്ചു. അതുകൊണ്ടാണ് അവനെ ഒറ്റയ്ക്ക് വിടാൻ അവൾ നടന്നുപോയത്. താൻ ഭ്രാന്തനാണെങ്കിലും കുഴപ്പമില്ലെന്ന് ബ്രാഡ്ലി അലറി. കാരണം ഒരു രക്ഷാസംഘം ഉടൻ എത്തുമെന്ന് അയാൾക്കുറപ്പുണ്ടായിരുന്നു. തിരയാൻ പാടില്ലാത്തത്ര പ്രധാനപ്പെട്ട ആളാണ് താനെന്ന് അയാൾക്കറിയാമായിരുന്നു. എന്നിരുന്നാലും വളരെ നേരം കാത്തിരുന്നതിനു ശേഷവും അതിജീവന കഴിവുകളോ കഴിക്കാനോ കുടിക്കാനോ ഒന്നുമില്ലാത്തതിനാൽ അയാൾ മരിക്കാൻ സാധ്യതയുണ്ട്. ഭാഗ്യവശാൽ ലിൻഡയ്ക്കിപ്പോഴും അവനോട് വിഷമം തോന്നി. അതിനാൽ ഒടുവിൽ അയാൾക്ക് വെള്ളം കൊടുക്കാൻ അവൾ മടങ്ങി. പിന്നെ അവരുടെ ജോലിക്ക് ഈ ദ്വീപിൽ ഒരു പ്രാധാന്യവുമില്ലെന്നും അവരുടെ ഏക പോംവഴി അതിജീവനമാണെന്നും അവൾ അവനോട് പറഞ്ഞു. ഭക്ഷണത്തിനായി ഒരു കാട്ടുപന്നിയെ വേട്ടയാടാൻ പോകുകയാണെന്ന് അവൾ പറഞ്ഞു. അവൾക്കത് ചെയ്യാൻ കഴിയുമെന്ന് അയാൾ കരുതിയില്ലെങ്കിലും അവൾ അവനോട് വെറുതെ കാത്തിരിക്കാൻ പറഞ്ഞു. പിന്നീട് ലിൻഡ ചില മൃഗങ്ങളുടെ കാൽപ്പാടുകൾ പിന്തുടരുമ്പോൾ പന്നി അവിടെ ഉണ്ടെന്ന് അവൾ മനസ്സിലാക്കി. അപ്പോൾ പെട്ടെന്നൊരു വലിയ കോപാകുലനായ പന്നി അവളുടെ നേരെ പാഞ്ഞെടുത്തു. രക്തത്തിൽ കുളിച്ചിട്ടും അവൾ അതിനെ വിജയകരമായി കൊന്നു. ലിൻഡ പന്നിയെ വേട്ടയാടിയതായി കണ്ടപ്പോൾ ബ്രാഡ്ലിക്ക് അവിശ്വാസത്തോടെ നോക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ടാണ് ആ രാത്രിയിൽ അവർ ലിൻഡ പാകം ചെയ്ത വറുത്ത മാംസം പൂർണ്ണ നിരാശയോടെ കഴിച്ചത്. അയാൾക്കൽപ്പം നാണക്കേട് തോന്നിയെങ്കിലും അവന്റെ കടുത്ത വിശപ്പ് അവനെ തന്റെ അഭിമാനം വിഴുങ്ങാൻ നിർബന്ധിച്ചു. ഇത് കണ്ടപ്പോൾ ലിൻഡയ്ക്ക് സംതൃപ്തി തോന്നി. കാരണം കാട്ടിലെ ഒരു കാട്ടുമനുഷ്യനെപ്പോലെ വ്യത്യസ്തമായി പെരുമാറുന്ന തന്റെ പൂർണ്ണതാവാദിയായ ബോസിനെ കാണാൻ അവൾക്ക് കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ ലിൻഡ കൂടുതൽ ഭക്ഷണം തേടുമ്പോൾ ദ്വീപിൽ ഒരു ചെറിയ വെള്ളച്ചാട്ടം കണ്ടെത്തിയതിൽ അവൾ ആവേശഭരിതയായി. കടൽത്തീരത്ത് അവർ ചിലവഴിച്ച സമയം മുതൽ അവൾക്ക് അവിശ്വസനീയമാംവിധം വൃത്തികേടായി തോന്നിയതിനാൽ അവൾ ഉടൻ തന്നെ വെള്ളത്തിൽ കുളിക്കാൻ അവസരം നേടി. എന്നിരുന്നാലും ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ സമീപത്ത് കടന്നുപോകുന്ന ഒരു കപ്പലിന്റെ ശബ്ദം കേട്ട് അവൾ ഞെട്ടിപ്പോയി. രക്ഷപ്പെടാനുള്ള അവസരം കണ്ട അവൾ സഹായത്തിനായി നിലവിളിച്ചു. പക്ഷേ ബ്രാഡ്ലിയെ ഇതുവരെ ഒരു പാഠം പഠിപ്പിച്ചിട്ടില്ലെന്ന് തോന്നി. അതിനാൽ അവൾ മനസ്സുമാറ്റി. പിന്നീട് ലിൻഡ കരയിൽ തിരിച്ചെത്തിയപ്പോൾ ഒരിക്കലും ലഭിക്കാത്തൊരു രക്ഷാപ്രവർത്തനത്തിനായി കാത്തിരിക്കുന്നതിനു പകരം ആവശ്യമായ ഏതെങ്കിലും വിധത്തിൽ വീട്ടിലേക്ക് പോകണമെന്ന് ബ്രാഡ്ലി പെട്ടെന്ന് അവളോട് പറഞ്ഞു. ദ്വീപ് വിടാൻ ഒരുമിച്ചൊരു ചങ്ങാടം നിർമ്മിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. എന്നിരുന്നാലും തുറന്ന സമുദ്രത്തിലെ കനത്ത തിരമാലകൾ ഒരു സിമ്പിൾ ചങ്ങാടം നശിപ്പിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നതിനാൽ ലിൻഡ ഉടൻ തന്നെ ആ ഭ്രാന്തൻ പദ്ധതി നിരസിച്ചു. പകരം ഇത്രയും ഫലഭൂയിഷ്ടമായ ഒരു ദ്വീപിൽ കുടുങ്ങിപ്പോകാൻ ഭാഗ്യം ലഭിച്ചതിനാൽ അവർ എവിടെയാണോ അവിടെ അതിജീവിക്കുന്നതിൽ ശ്രദ്ധിക്കാൻ അവൾ അവനോട് പറഞ്ഞു. അവളുടെ ഉത്തരത്തിൽ ബ്രാഡ്ലി ദേഷ്യപ്പെടുകയും സ്വന്തമായി അതിജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അവനെപ്പോലെയുള്ള ഒരാൾ മരുഭൂമിയിൽ 2 ദിവസത്തിൽ കൂടുതൽ നിലനിൽക്കില്ലെന്ന് അവൾ മുന്നറിയിപ്പ് നൽകി. എന്നിരുന്നാലും ബ്രാഡ്ലി അവളെ അവഗണിച്ചു. പകരം ലിൻഡ വിശ്രമിക്കുകയും സമയം ചെലവഴിക്കുകയും ചെയ്യുമ്പോൾ സ്വന്തം പരിമിതമായ കഴിവുകൾ ഉപയോഗിച്ച് ഭക്ഷണം കണ്ടെത്താൻ ശ്രമിച്ചു. ശരി, നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് ഊഹിക്കാമോ? അടുത്ത തലമുറ 500 കമ്പനിയുടെ CEO കുഞ്ഞേ.
നിനക്ക് ഭാഗ്യം നേരട്ടെ. എന്റെ അവസാന പരിശോധന എവിടെ അയക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ചുരുക്കത്തിൽ കഴിക്കാൻ ഒന്നും വേട്ടയാടാൻ കഴിയാത്തതിനാൽ ബ്രാഡ്ലി നിരാശനായി. അതിനാൽ അവൻ കഴിക്കാൻ കടൽക്കാക്കകളെ പിടിക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് വ്യക്തമായും ഒരു ഭക്ഷണമായിരുന്നില്ല. അവയ്ക്ക് അവിശ്വസനീയമാം വിധം കയ്പുണ്ടായിരുന്നതിനാൽ അതവൻ രുചിച്ച ഉടനെ വായി മുട്ടിച്ചു. ഒടുവിൽ അവന്റെ വിശപ്പ് വളരെ രൂക്ഷമായപ്പോൾ അവന് തന്റെ അഭിമാനം ഉപേക്ഷിച്ച് ലിൻഡയോട് യഥാർത്ഥ ഭക്ഷണത്തിനായി യാചിക്കേണ്ടി വന്നു. പിന്നെ അവൻ ക്ഷമാപണം നടത്തി സഹായം അഭ്യർത്ഥിക്കുന്നതിനിടയിൽ ലിൻഡയുടെ പക്കൽ ഒരു കത്തിയുണ്ടെന്ന് അവൻ ശ്രദ്ധിച്ചു. അതിനാൽ അതെവിടെ നിന്ന് കിട്ടിയെന്ന് അവൻ അവളോട് ചോദിച്ചു. ദ്വീപ് പര്യവേക്ഷിക്കുന്നതിനിടയിൽ കരയിൽ ഒലിച്ചുപോയ കത്തി കണ്ടെത്തിയതായി അവൾ വിശദീകരിച്ചു. പിന്നെ അവനോടവൾക്ക് വിഷമം തോന്നിയതിനാൽ ഒടുവിൽ അവൾ അവനു കുറച്ചു ഭക്ഷണം നൽകി. അവനത് വേഗം കഴിച്ചു, ഒരു മടിയും കൂടാതെ. ഒരുപക്ഷേ എനിക്ക് ഉച്ചഭക്ഷണത്തിന് നിങ്ങളോടൊപ്പം ചേരാം, ആസ്വദിക്കൂ. അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ലിൻഡ ദ്വീപ് ഒരുമിച്ച് പര്യവേക്ഷിക്കണമെന്ന് നിർദ്ദേശിച്ചു. താമസിയാതെ അവർ കുത്തനെയുള്ളൊരു പാറക്കെട്ടിലെത്തിയപ്പോൾ ഒരു പഴം വിഷമാണോ അല്ലയോ എന്ന് എങ്ങനെ പരിശോധിക്കാമെന്ന് ബ്രാഡ്ലിക്ക് കാണിച്ചുകൊടുക്കാൻ അവൾ കണ്ടെത്തിയൊരു പഴത്തിന്റെ നീര് അവളുടെ ചർമ്മത്തിൽ തേച്ചു. അതിനുശേഷം എക്സ് ആകൃതിയിലുള്ള ഒരു പാറയിലേക്ക് അവൾ വിരൽ ചൂണ്ടുകയും ആ പ്രദേശത്തുനിന്ന് മാറി നിൽക്കാൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. കാരണം അത് മുള്ളുള്ള കുറ്റിക്കാടുകളും വിഷസസ്യങ്ങളും നിറഞ്ഞതായിരുന്നു. പിന്നീട് അപകടങ്ങൾ വിശദീകരിച്ച ശേഷം അവൾ തല പിന്നിലേക്ക് തിരിഞ്ഞു. പക്ഷേ അവൾ മിക്കവാറും വഴുതി ആഴത്തിലുള്ള മലയിടുക്കിലേക്ക് വീണു. ഭാഗ്യവശാൽ ബ്രാഡ്ലി പെട്ടെന്ന് പ്രതികരിക്കുകയും അവളെ സുരക്ഷിത സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയുകയും ചെയ്തു. അടുത്ത ദിവസം പെട്ടെന്ന് ഒരു വലിയ കൊടുങ്കാറ്റ് ദ്വീപിൽ ആഞ്ഞടിക്കുകയും അവരുടെ അഭയം പൂർണ്ണമായും നശിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അവർക്ക് ഒളിച്ചിരിക്കാൻ ഓടേണ്ടി വന്നത്. ദ്വീപിന്റെ ഉള്ളിൽ ഒളിക്കാനൊരു ഗുഹ കണ്ടെത്തി. ആ നിമിഷം പുറത്ത് കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ അവർ അടുത്തുതന്നെ നിന്നു. തണുപ്പിൽ നിന്ന് വിറയ്ക്കുന്നതിനാൽ പരസ്പരം കെട്ടിപ്പിടിച്ചു. പിറ്റേന്ന് രാവിലെ ലിൻഡ ഉണർന്നു. പെട്ടെന്ന് അപ്രത്യക്ഷനായതിനാൽ ബ്രാഡ്ലിയെ തിരയാൻ തുടങ്ങി. താമസിയാതെ അവൻ വളരെ സംശയാസ്പദമായി പെരുമാറുന്നത് അവൾ കണ്ടു. ചില കുറ്റിക്കാടുകൾക്ക് പിന്നിൽ എന്തോ ഒളിപ്പിച്ചിരിക്കുന്നതുപോലെ. എന്നിരുന്നാലും അവളുടെ സംശയങ്ങൾക്കിടയിലും അവർക്ക് താമസിക്കാൻ ഒരു പുതിയ അഭയം പണിയാൻ സഹായിക്കണമെന്ന് അവൾ അവനോട് ആവശ്യപ്പെട്ടു. തുടർന്ന് അവർ ജോലി പൂർത്തിയാക്കിയ ശേഷം കാട്ടിൽ അതിജീവിക്കുന്നതിനെക്കുറിച്ച് അവൾ അവനെ പഠിപ്പിച്ചതെല്ലാത്തിനും അവൻ അവളോട് നന്ദി പറഞ്ഞു. നന്ദി സൂചകമായി ആ രാത്രിയിൽ രണ്ടുപേർക്കും അത്താഴം തയ്യാറാക്കാമെന്ന് അവൻ അവളോട് പറഞ്ഞു. പിന്നീട് വൈകുന്നേരമായപ്പോൾ ബ്രാഡ്ലി സുഷി പോലെ തോന്നിക്കുന്ന ഒരു ഭക്ഷണം തയ്യാറാക്കിയത് കണ്ടപ്പോൾ ലിൻഡ സന്തോഷിച്ചു. അവൾ പെട്ടെന്നൊരു കടി കഴിച്ചു. പക്ഷെ ഉടൻ തന്നെ അവൾക്ക് വളരെ തലകറക്കം അനുഭവിക്കുകയും പരിഭ്രാന്തി തോന്നുകയും ചെയ്തു. രഹസ്യമായി നിർമ്മിച്ച ഒരു ചങ്ങാടത്തിൽ രക്ഷപ്പെടാൻ ബ്രാഡ്ലി മനഃപൂർവ്വം അവൾക്ക് വിഷം കൊടുക്കുകയായിരുന്നുവെന്ന് മനസ്സിലായി. എന്നിരുന്നാലും റാഫ്റ്റിന്റെ നിർമ്മാണം മോശമായിരുന്നു. ഒരാൾക്ക് മാത്രം വലിപ്പമുണ്ടായിരുന്നു. അതിനാൽ അവളെ ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ തളർത്തണമെന്ന് അയാൾ കരുതി. പക്ഷേ അയാൾക്ക് വളരെ ദൂരമെത്തുന്നതിനു മുൻപ് തിരമാലകൾ അയാളുടെ റാഫ്റ്റിനെ തകർത്ത് വീണ്ടും ഒറ്റപ്പെട്ടു. അടുത്ത ദിവസം തന്റെ മണ്ടത്തരങ്ങൾക്കും അവളെ പിന്നിലുപേക്ഷിക്കാൻ ശ്രമിച്ചതിനും ബ്രാഡ്ലി ക്ഷമാപണം നടത്തി. അവൾ തന്നോട് ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അയാൾ ഒരു നാടകീയവും കണ്ണീരോടെയുള്ളതുമായൊരു പ്രവൃത്തി പോലും ചെയ്തു. ഭാഗ്യവശാൽ ലിൻഡ അത് കാര്യമാക്കിയില്ല. പകരം അയാൾക്ക് കുറച്ച് നീരാളി സ്കിവറുകൾ നൽകി തലേരാത്രിയിൽ സംഭവിച്ചത് മറക്കാൻ പറഞ്ഞു. പക്ഷേ ഭക്ഷണം കഴിച്ചയുടനെ ശരീരം പെട്ടെന്ന് മരവിച്ചതിനാൽ അയാൾക്ക് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. പിന്നീട് അവൾ അവനോട് പറഞ്ഞു, താനൊരു നീല വളയമുള്ള നീരാളി കഴിച്ചു. അതിൽ നാഡീവ്യവസ്ഥയെ തളർത്തുന്ന ഒരു വിഷവസ്തു ഉണ്ടായിരുന്നു. അടുത്ത 2 മണിക്കൂർ അയാൾക്ക് വേദന അനുഭവിക്കില്ല. പക്ഷേ അതിന്റെ ഫലങ്ങൾ ഒടുവിലില്ലാതാകുമെന്ന് വിശദീകരിച്ചു. പിന്നെ അവനെ ഒരു അവസാന പഠം പഠിപ്പിക്കാൻ അവൾ പെട്ടെന്ന് അവന്റെ പാന്റ് താഴ്ത്തി വലിച്ചു. കത്തി പുറത്തെടുത്ത് അവന്റെ പുരുഷത്വം മുറിച്ചുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി. പെട്ടെന്ന് അവന്റെ മുഖത്ത് രക്തം തെറിച്ചു. പക്ഷെ പിന്നീട് അതൊരു എലിയുടെ രക്തമാണെന്ന് വെളിപ്പെടുത്തി. വീണ്ടും എപ്പോഴെങ്കിലും തന്നെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിച്ചാൽ താൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് ചെയ്യാൻ മടിക്കില്ല എന്ന് അവൾ അവനോട് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ലിൻഡ മാമ്പഴം പറിക്കുന്ന തിരക്കിലായിരിക്കെ സൂര്യ ഒരു പ്രാദേശിക മത്സ്യത്തൊഴിലാളിയോടൊപ്പം വരുന്നത് കണ്ടപ്പോൾ അവൾ പെട്ടെന്ന് പരിഭ്രാന്തയായി. അവളെ കെട്ടിപ്പിടിച്ച ശേഷം താൻ അവരെ കണ്ടെത്താൻ ശ്രമിക്കുകയാണെന്നും ആഴ്ചകളായി ഒരു രക്ഷാസംഘത്തോടൊപ്പം തിരഞ്ഞതിനു ശേഷം ദ്വീപ് കണ്ടെത്തിയെന്നും സൂര്യ അവളോട് പറഞ്ഞു. തുടർന്ന് ബ്രാഡ്ലി എവിടെയാണെന്ന് സൂര്യ ചോദിച്ചപ്പോൾ ലിൻഡയുടെ ഹൃദയം മിടിക്കുന്നുണ്ടെങ്കിലും ശാന്തത പാലിക്കാൻ ശ്രമിച്ചു. അവനെ കാണണമെങ്കിൽ തന്നെ പിന്തുടരാൻ അവൾ ഒടുവിൽ അവരോട് പറഞ്ഞു. കുത്തനെയുള്ള ഒരു പാറക്കെട്ടിലെത്തിയപ്പോൾ സൂര്യ തന്റെ മുന്നിലൂടെ നടക്കാൻ പറഞ്ഞു. താമസിയാതെ അവൾ വഴുതി മലയിടുക്കിലേക്ക് വീഴാൻ തുടങ്ങി. കൂടെയുണ്ടായിരുന്ന പ്രാദേശിക മത്സ്യത്തൊഴിലാളി അവളെ രക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷേ ലിൻഡ അത് ചെയ്യാൻ മടിക്കുന്നതായി തോന്നി. പിന്നീട് ലിൻഡ ക്യാമ്പിലേക്ക് ഒറ്റയ്ക്ക് മടങ്ങി. അവൾ അസാധാരണമാം വിധം നിശബ്ദയായി കാണപ്പെടുന്നതായി ബ്രാഡ്ലി ശ്രദ്ധിച്ചു. ആ നിമിഷം അവളുടെ കത്തി ഒരു മരക്കഷണത്തിൽ കുടുങ്ങിയിരിക്കുന്നതും അവൻ കണ്ടു. പെട്ടെന്നത് സ്വയം പിടിച്ചെടുത്തു. ആ രാത്രി ബ്രാഡ്ലി ഉറങ്ങുകയാണെന്ന് ഉറപ്പാക്കിയ ശേഷം സൂര്യ ഭയാനകമായ അവസ്ഥയിൽ കരയിലേക്ക് ഇഴഞ്ഞു നീങ്ങുന്നത് കണ്ട് ലിൻഡ പരിഭ്രാന്തയായി. അവൾ പെട്ടെന്നൊരു വടികൊണ്ട് അവളെ അടിച്ചു. പക്ഷെ അവൾ എങ്ങനെയോ പുക പോലെ അപ്രത്യക്ഷമായി.
അവൾ ഉണർന്ന ഉടനെ അത് വെറുമൊരു പേടി സ്വപ്നമാണെന്ന് വെളിപ്പെടുത്തി. പിറ്റേന്ന് രാവിലെ ബ്രാഡ്ലി ദ്വീപ് ജീവിതവുമായി നന്നായി പൊരുത്തപ്പെട്ടു. അവൻ മറ്റൊരു പന്നിയെ വേട്ടയാടാൻ തയ്യാറായി. താമസിയാതെ അവൻ കടൽത്തീരത്തൊരു പന്നിയെ കണ്ടു. അടുത്തെത്തിയപ്പോൾ അബദ്ധത്തിൽ ഒരു വടിയിൽ ചവിട്ടി പന്നി ഓടിപ്പോയി. എന്നിരുന്നാലും വെള്ളത്തിനടുത്തുള്ള മണലിൽ നിന്ന് ഒരു കൈ പുറത്തേക്ക് നീണ്ടു നിൽക്കുന്നത് കണ്ടപ്പോൾ അയാൾ പൂർണ്ണമായും ആഘാതമേറ്റിരുന്നു. പരിശോധിച്ചപ്പോൾ വിരലിലെ മോതിരം കണ്ടപ്പോൾ അത് തന്റെ പ്രതിശ്രുത വധു സൂര്യയുടെ കൈയാണെന്ന് അയാൾക്ക് മനസ്സിലായി. സൂര്യയുടെ മരണത്തിന് ഉത്തരവാദി ലിൻഡയാണെന്ന് ബ്രാഡ്ലിക്ക് ബോധ്യമായതിനാൽ അന്ന് ഉച്ചകഴിഞ്ഞ് അയാൾ കണ്ടെത്തിയ ഒരു മോതിരം അവളെ കാണിച്ചുകൊണ്ട്, കൈയിലുള്ള ഒരു കത്തി കാണിച്ചുകൊണ്ട് അവൾ എന്താണ് ചെയ്തതെന്ന് സമ്മതിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അവളുടെ രഹസ്യം പുറത്തായതായി മനസ്സിലാക്കിയ ലിൻഡ തന്റെ കത്തി മോഷ്ടിച്ചതായി കണ്ടപ്പോൾ കൂടുതൽ പരിഭ്രാന്തിയായി. അവൾ വേഗം കാട്ടിലേക്ക് ഓടി. ബ്രാഡ്ലി പിന്നിൽ നിന്ന് അവളെ പിന്തുടർന്നു. താമസിയാതെ അവൻ പിടികൂടി. അവർ തമ്മിൽ വഴക്കുണ്ടായി. പോരാട്ടത്തിനിടയിൽ ബ്രാഡ്ലിയുടെ വിരലിൽ നിന്ന് കടിച്ച ശേഷം ലിൻഡ വിവാഹ നിശ്ചയമോതിരം വിഴുങ്ങി. അവൾ അവനെ കുത്താനും ശ്രമിച്ചു. അതവനെ പരിഭ്രാന്തനോടെ ഓടിച്ചു. ബ്രാഡ്ലി പാറക്കെട്ടുകളിലേക്ക് രക്ഷപ്പെടുകയാണെന്ന് മനസ്സിലാക്കിയ അവൾ പെട്ടെന്ന് അവനെ പിന്തുടർന്നു. താമസിയാതെ ദ്വീപിൽ ഒളിഞ്ഞിരിക്കുന്ന ആഡംബര മാളിക കണ്ടപ്പോൾ ബ്രാഡ്ലി പൂർണ്ണമായും ഞെട്ടിപ്പോയി. ആ നിമിഷം ലിൻഡ ഈ പ്രദേശത്തേക്ക് ഒരിക്കലും പ്രവേശിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകിയതിന്റെ യഥാർത്ഥ കാരണം അയാൾക്ക് മനസ്സിലായി. ആ മാളികയിൽ നിന്ന് അവനെ അകറ്റി നിർത്താനുള്ള അവളുടെ വഴി അതായിരുന്നു. പിന്നെ പരിഭ്രാന്തനായി അയാൾ സഹായം തേടി കെട്ടിടങ്ങളിലേക്ക് ഓടി. പക്ഷേ സുരക്ഷാ ക്യാമറകളിലൂടെ പെട്ടെന്ന് അവളുടെ ശബ്ദം കേട്ടപ്പോൾ അയാൾ മരവിച്ചു. ആ നിമിഷം മോണിറ്ററിംഗ് റൂമിൽ നിന്ന് കാട്ടിൽ താൻ കഷ്ടപ്പെടുന്നത് കാണാൻ വേണ്ടി റിസോർട്ട് തന്നിൽ നിന്ന് മനഃപൂർവ്വം മറച്ചുവെച്ചതായി ലിൻഡ വെളിപ്പെടുത്തി. 2 ആഴ്ച മുമ്പ് സൗകര്യങ്ങൾ വൃത്തിയാക്കാൻ ആദ്യം കണ്ട കപ്പലുമായി വന്ന ചിലരെ പിന്തുടർന്ന് താൻ ആ സ്ഥലം കണ്ടെത്തിയെന്നും അവൾ വിശദീകരിച്ചു. മാത്രമല്ല തന്റെ രഹസ്യം സുരക്ഷിതമാക്കാൻ സൂര്യയെ ഒഴിവാക്കേണ്ടി വന്നതായും അവൾ സമ്മതിച്ചു. അപകടം മനസ്സിലാക്കിയ ബ്രാഡ്ലി സ്വയം പ്രതിരോധിക്കാൻ എന്തെങ്കിലും തിരഞ്ഞു. താമസിയാതെ ഒരു ഗോൾഫ് ക്ലബ്ബ് കണ്ടെത്തി. എന്നിരുന്നാലും അവൻ ശരീരം തിരിച്ചപ്പോൾ ലിൻഡ ഒരു ഷോട്ട്ഗൺ ഉപയോഗിച്ച് അവനെ വെടിവെക്കാൻ തയ്യാറായി. അവൾ ആയുധം അവന്റെ നേരെ ചൂണ്ടി. മറ്റാരുടെയും കഠിനാധ്വാനത്തെ ഒരിക്കലും വിലമതിക്കാത്തതിനാൽ അവനെപ്പോലെയുള്ള ഒരാൾ ഒരു കമ്പനിയെ നയിക്കാൻ അർഹനല്ലെന്ന് അവനോട് പറഞ്ഞു. തന്നെ വളച്ചൊടിച്ചതായി തോന്നിയ ബ്രാഡ്ലി തന്റെ ജീവൻ യാചിക്കാൻ തുടങ്ങി. തന്റെ വഴികൾ മാറ്റുമെന്ന് വാഗ്ദാനം ചെയ്തു. അവളെ തന്റെ വൈസ് പ്രസിഡന്റാക്കാനും കമ്പനിയുടെ ലാഭത്തിന്റെ 30% നൽകാനും പോലും അയാൾ വാഗ്ദാനം ചെയ്തു. എന്നിരുന്നാലും അവളൊരു നിമിഷം തിരിഞ്ഞു നോക്കിയപ്പോൾ തോക്ക് യഥാർത്ഥത്തിൽ ഒരു കളിപ്പാട്ടമായിരുന്നു. മറുവശത്ത് ലിൻഡ ഗോൾഫ് ക്ലബ്ബ് സ്വന്തമാക്കി. ബ്രാഡ്ലി അവളോട് ചെയ്യാൻ ശ്രമിച്ചതിനു ശേഷം അവൾ അവിടെ വെച്ച് അവന്റെ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ചുരുക്കത്തിൽ വിദൂര ദ്വീപിൽ നിന്ന് ഒടുവിൽ രക്ഷിക്കപ്പെട്ട ശേഷം കാട്ടിൽ അതിജീവിച്ച അനുഭവങ്ങളെക്കുറിച്ച് എഴുതിയതിലൂടെ ലിൻഡ വളരെ പ്രശസ്തയായ എഴുത്തുകാരിയായി. അവളുടെ പുസ്തകം വൻ വിജയമായി മാറിയതിനാൽ വൈറലായ യഥാർത്ഥ കഥ പോഡ്കാസ്റ്റുകളിൽ പ്രത്യക്ഷപ്പെടാൻ അവൾക്ക് നിരവധി ക്ഷണങ്ങൾ ലഭിച്ചു. ഒടുവിൽ അവളുടെ അവിശ്വസനീയമായ കഥ ഒരു സിനിമയാക്കാൻ തീരുമാനിച്ചു. അതോടുകൂടി നമ്മുടെ മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഈ മൂവി എങ്ങനെ ഉണ്ടായിരുന്നുവെന്നും അതിന്റെ എക്സ്പ്ലനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നുവെന്നും നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്റെ എക്സ്പ്ലെയിനിന് എന്തെങ്കിലും തരത്തിൽ കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. ഞാനത് ഉടനെ തന്നെ സോർട്ട് ചെയ്യാനായിട്ട് നോക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ അടുത്ത ഏത് മൂവിയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്നും കമന്റ് ബോക്സിലിടാം. അത്രയുള്ളൂ. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.